ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഗ്രേപ്പ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് നോമ്പ് തുറക്കൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുമല്ല നമുക്ക് വേഗത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. നോമ്പ് തുറക്ക് ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുരുവില്ലാത്ത അത്യാവശ്യം മധുരമുള്ള മുന്തിരിങ്ങയാണ്. കുരുവുള്ള മുന്തിരിങ്ങയാണെങ്കിൽ കുരു മാറ്റി കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് വെള്ളം കുറവാണെന്ന് തോന്നും, പക്ഷെ 1/2 കപ്പ് വെള്ളം മതി ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് മീഡിയം തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മുന്തിരിങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ഒഴിച്ച 1/2 കപ്പ് വെള്ളം മാത്രമേ ഇതിലുള്ളൂ, കൂടുതൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. തണുത്തതിന് ശേഷം മുന്തിരിങ്ങ മിക്സിയിൽ അടിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തതാണിത്. ഇനി ഇതിലോട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പ് കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം ഒരേ കപ്പിലാണ് അളന്നെടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മൊത്തത്തിൽ 1/2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ നിന്ന് 1 കപ്പ് വെള്ളം നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളം ചേർത്തിട്ട് കോൺഫ്ലോർ കലക്കിയെടുക്കാം. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇതിനേക്കാളും കൂടുതൽ വെള്ളം ചേർത്താൽ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അത്രയും ടൈം വേണ്ടി വരും. ഇപ്പോൾ ചേർക്കാനുള്ള 1 കപ്പ് വെള്ളവും ഞാൻ ഈ കോൺഫ്ലോർ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1 ടീസ്പൂൺ വാനില എസൻസ് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഇത് മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇത് പെട്ടെന്ന് കുറുകി വരും. ഇപ്പോൾ കുറുകി തുടങ്ങിയിട്ടുണ്ട്. കുറുകി തുടങ്ങിയാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിലൊന്നും പിടിക്കരുത്. തീ കുറച്ചിട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമ്മളിപ്പോൾ ഒഴിച്ചു നോക്കുമ്പോൾ വെള്ളം പോലെയാണ് വീഴുന്നത്. ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ തവിയിലൊന്ന് കോട്ടായിട്ട് വരണം. അതുവരെ നമ്മൾ കുറുക്കിയെടുക്കണം. കണ്ടോ, തവിയിൽ കോട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങ് ഓഫ് ചെയ്യാം. ഇനി തണുക്കുമ്പോൾ ഇതിനേക്കാളും കട്ടിയാവും. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു സാധനവും നല്ല ചൂടോടെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കരുത്. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് അടച്ചിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിന് അടപ്പില്ല, അതുകൊണ്ട് ഞാൻ ക്ലിംഗ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാണ്. ഇപ്പം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് തണുപ്പിച്ച് കഴിക്കണമെന്നൊന്നും ഇല്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പം നമ്മുടെ ഗ്രേപ്പ് പുഡിംഗ് തയ്യാറായി. ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ നോമ്പ് തുറക്കി പറ്റിയ ഒരു ഐറ്റം ആണിത്. കുട്ടികൾക്കും വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.